ഇത് വെറുമൊരു വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തിരിച്ചറിവിന്റെ നിമിഷമാണ്. ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഇരുന്നത് യാദൃശ്ചികമല്ല. ഗ്രഹങ്ങൾ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആകാശത്ത് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ചലനം നിങ്ങളുടെ രാശിയിൽ വന്നു പതിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മിഥുന രാശിക്കാരെ ശ്രദ്ധിക്കൂ. അടുത്ത കുറച്ചു നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങൾ കൊണ്ടുവരാൻ പോകുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇടയ്ക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞപ്പോൾ, ഒരൊറ്റ സംഭാഷണം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞ ഒരനുഭവം. ആ ഒരു ഫോൺ വിളി, ആ ഒരു കൂടിക്കാഴ്ച, ആ ഒരൊറ്റ വാക്ക്, അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വഴി തുറന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുഭവത്തിന്റെ ഒരു വലിയ രൂപം, ഒരു ശക്തമായ രൂപം അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പോകുകയാണ്. ഇല്ലെങ്കിൽ ഇനി ഉണ്ടാകും. കാരണം ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നത് ആ ഒരു നിമിഷമാണ്. മിഥുന രാശി എന്നാൽ ബുധന്റെ മക്കളാണ്. വാക്കിന്റെ ആൾക്കാരാണ്. ചിന്തയുടെ, ആശയവിനിമയത്തിന്റെ, ബന്ധങ്ങളുടെ ആൾക്കാരാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ശക്തമായ ആയുധം ഒരു നല്ല വാക്കാണ്. ഏറ്റവും ശക്തമായ ചാവി ഒരു ശരിയായ സംഭാഷണമാണ്. ആ ചാവി ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ വന്നുചേരാൻ ഗ്രഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ വാതിൽ തുറക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഗുരു ഇപ്പോൾ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു ഭാവത്തിലൂടെയാണ്. ഗുരു എന്നാൽ ഭാഗ്യം മാത്രമല്ല. ഗുരു എന്നാൽ ജ്ഞാനമാണ്, വളർച്ചയാണ്, ശരിയായ വഴിയാണ്. ഈ ഗ്രഹസഞ്ചാരം നിങ്ങൾക്ക് നൽകുന്നത് ഒരു പ്രത്യേകമായ ഊർജ്ജമാണ്. ആ ഊർജ്ജം നിങ്ങളുടെ വാക്കുകളിലൂടെ പ്രവഹിക്കും. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിലും ഒരു ദൈവിക ശക്തി ഉണ്ടാകും. ആ ശക്തി കൊണ്ടാണ് ആ വലിയ വാതിലുകൾ തുറക്കാൻ പോകുന്നത്. ശനി ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ്. ശനി ദേവൻ ഒരു കർശനക്കാരനാണ്. ശനി ദേവൻ ആർക്കും ഒന്നും സൗജന്യമായി നൽകില്ല. പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ണീരോടെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ ഉത്തരവും കിട്ടാതെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശനി ഇപ്പോൾ ആ ഉത്തരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം കാത്തിരുന്നത് വ്യർത്ഥമാകില്ല. ഒരു ഫലം ഉണ്ടാകും. ആ ഫലം വരാൻ ഇനി അധികം ദൂരമില്ല. രാഹുകേതു അക്ഷം ഇപ്പോൾ ഒരു അത്ഭുതകരമായ ചലനത്തിലാണ്. ഈ ചലനം 150 വർഷത്തിനുള്ളിൽ ഇതുപോലെ ഒരു ഭാവത്തിൽ ഉണ്ടായതല്ല. ഈ ഒരു ഗ്രഹനില മിഥുന രാശിക്കാർക്ക് ഒരു അപൂർവ അവസരം കൊണ്ടുവരികയാണ്. ഇത് ഒരു ഭാഗ്യജാലകമാണ്. ഈ ജാലകം തുറന്നുകിടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഒരു ശരിയായ തീരുമാനം എടുത്തില്ലെങ്കിൽ, ഒരു ശരിയായ ചുവടുവെപ്പ് നടത്തിയില്ലെങ്കിൽ, ഈ അവസരം വഴുതിപ്പോകും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും ആവശ്യമായിരിക്കുന്നത്. ഗ്രഹദിശ മാറ്റം വരുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ഒരു അസ്വസ്ഥതയാണ്. ഉറക്കം ഒട്ടും റിയല്ലെന്നു തോന്നും. മനസ്സ് ഒരിടത്തും നിൽക്കില്ല. ആരോടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നും. ഒരു ഫോൺ എടുക്കാൻ, ഒരു സന്ദേശം അയക്കാൻ, ഒരാളെ കാണാൻ, ഇതൊക്കെ ശക്തമായി തോന്നുന്നുണ്ടോ? അതൊക്കെ ഗ്രഹങ്ങൾ നിങ്ങളെ നയിക്കുന്നതിന്റെ അടയാളങ്ങളാണ്. ആ ആന്തരിക ശബ്ദം കേൾക്കൂ. ആ ശബ്ദം നിങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇനി ഞാൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞേ തീരൂ. അടുത്ത 15 നാളുകൾ നിങ്ങൾക്ക് ഒരു പരീക്ഷണ ഘട്ടവും ആകുന്നതാണ്. ഒരു വശത്ത് ഭാഗ്യം തുറക്കുകയാണ്, മറുവശത്ത് ചില ആഴത്തിലുള്ള സഞ്ചലനങ്ങളും ഉണ്ടാകും. ഈ 15 നാളുകളിൽ നിങ്ങൾ ആർക്കോടും ദേഷ്യത്തോടെ സംസാരിക്കരുത്. ഒരു തെറ്റായ വാക്ക് ഈ ഘട്ടത്തിൽ ഒരു വലിയ ബന്ധം നഷ്ടപ്പെടുത്തിക്കളഞ്ഞേക്കും. ഒരു ശരിയായ വാക്ക് ഒരു വലിയ ഭാഗ്യം തുറന്നുതരുകയും ചെയ്യും. ഇതാണ് ഈ ഘട്ടത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഇനി ഞാൻ ആ 3 നിമിഷങ്ങളെക്കുറിച്ച് പറയാം. ആ 3 സംഭവങ്ങൾ. അടുത്ത 7 നാളുകൾക്കുള്ളിൽ 3 കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. ഇത് ഒരു ജ്യോതിഷ് പ്രവചനം മാത്രമല്ല, ഇത് ഒരു ആത്മീയ മുന്നറിയിപ്പ് കൂടിയാണ്. ശ്രദ്ധിക്കൂ. ആദ്യ ഘട്ടം, ഒരു അപ്രതീക്ഷിത സന്ദേശം. ഒരാൾ നിങ്ങളെ സമീപിക്കും. ആ ആൾ ഒരു പഴയ പരിചയക്കാരനോ, ഒരു ദൂരത്തുള്ള ബന്ധുവോ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധമോ ആകും. ആ ഒരു ഫോൺ കോൾ, ആ ഒരു സന്ദേശം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരം കൊണ്ടുവരും. ആ നിമിഷത്തിൽ ഭയം വേണ്ട, ആ നിമിഷത്തിൽ സംശയം വേണ്ട. ഉള്ളു തുറന്ന് ആ സംഭാഷണത്തിൽ ഏർപ്പെടൂ. കാരണം ആ ഒരൊറ്റ സംഭാഷണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നാഴികക്കല്ലാകാൻ പോകുകയാണ്. രണ്ടാം ഘട്ടം, ഒരു ആന്തരിക ഉണർവ്. നിങ്ങൾ ഉള്ളിൽ ഒരു കാലം തൊട്ടേ ഒളിപ്പിച്ചുവച്ചിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് ആർക്കോടോ പറഞ്ഞിട്ടില്ല, ആർക്കോടെങ്കിലും ചോദിക്കണം എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ആ ആഗ്രഹം ഉള്ളിൽ നിന്നും ഉറക്കെ ശബ്ദിക്കും. ആ ശബ്ദം കേൾക്കൂ. ആ ശബ്ദം അനുസരിക്കൂ. ഒരു ചടങ്ങ് പോലെ ഒരു കടലാസിൽ ആ ആഗ്രഹം എഴുതൂ. ഗ്രഹങ്ങൾ ഇപ്പോൾ ആ ആഗ്രഹം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. മൂന്നാം ഘട്ടം, ഒരു ബന്ധത്തിലെ ഒരു വഴിത്തിരിവ്. ഒരാളുമായി, ഒരു ആൾ മാത്രം, ഒരു ആഴത്തിലുള്ള സംഭാഷണം ഉണ്ടാകും. ആ ആൾ നിങ്ങൾക്ക് ഒരുപക്ഷേ ഒരു പ്രിയപ്പെട്ടവരോ, ഒരു ഗൗരവമേറിയ ബന്ധമോ, ഒരു ജോലി സ്ഥലത്തുള്ളവരോ ആകാം. ആ സംഭാഷണത്തിൽ ഒരു ആഴമുള്ള സത്യം പുറത്തുവരും. ആ സത്യം ഒരുപക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാത്തതോ ആകാം. പക്ഷേ ആ സത്യം പുറത്തു വരേണ്ടത് ആ ഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ആ സത്യം കൊണ്ടാണ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത്. ഇനി ആ ഘട്ടത്തിന്റെ ആഴം കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഒരു ദൈവിക ക്രമീകരണത്തിന്റെ ഭാഗമാണ്. ഗ്രഹങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാളുടെ ജീവിതം മാറ്റില്ല. അവർ ഘട്ടം ഘട്ടമായി ഒരുക്കുകയാണ്. ഒരു ചെറിയ ചലനം, പിന്നെ ഒരു ഇടത്തരം ചലനം, പിന്നെ ഒരു വലിയ കുതിപ്പ്. ആ ചെറിയ ചലനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ആദ്യ ചലനം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഇടത്തരം ചലനം കാണാൻ ആകില്ല, ആ വലിയ കുതിപ്പ് അനുഭവിക്കാനും ആകില്ല. ബുധൻ ഇപ്പോൾ ഒരു ശക്തമായ നിലയിലാണ്. ബുധൻ നിങ്ങളുടെ ഗ്രഹനാഥനാണ്. ബുധൻ ശക്തനായാൽ മിഥുന രാശിക്കാർ ശക്തരാകും. ബുധൻ ശക്തനായ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏത് ആൾക്കും ഏത് കാര്യവും ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആകും. ഒരു ഉദ്യോഗദാതാവിനോട്, ഒരു ക്ലയന്റിനോട്, ഒരു പ്രിയപ്പെട്ടവരോട്, ഏതൊരു ബന്ധത്തിലും ഈ ഘട്ടത്തിൽ നിങ്ങൾ ആശയവിനിമയം നടത്തിയാൽ ആ ആശയം ഹൃദയത്തിൽ ചെന്ന് തറക്കും. ആ ഒരു ക്ഷമത ഈ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ട്. ഇനി ജോലിയെക്കുറിച്ച് ഒരു കാര്യം പറയാം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിയിൽ ഒരു ഒഴിഞ്ഞ മനസ്സ് ഉണ്ടായിരിക്കും. ഒരു ഉത്കർഷ ഇല്ലെന്നു തോന്നും. ഒരു അംഗീകാരം ഇല്ലെന്നു തോന്നും. ഒരു ഉദ്ദേശ്യഭ്രംശം ഉണ്ടെന്നു തോന്നിയിരിക്കും. ഇതൊക്കെ ഗ്രഹസഞ്ചാരത്തിന്റെ ഒരു ഭാഗമായ ഒരു ഇടവേളയാണ്. ആ ഇടവേള കഴിഞ്ഞ് ഒരു പുതിയ ഊർജം ഉദിക്കാൻ പോകുകയാണ്. ഒരു മേലധികാരി നിങ്ങളോട് ഒരു ഗൗരവമേറിയ ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്യും. ആ ചർച്ചയിൽ ഒരു സ്ഥാനക്കയറ്റമോ, ഒരു പ്രൊജക്റ്റിലെ ഒരു പ്രധാന ഉത്തരവാദിത്തമോ, ഒരു ശമ്പള കൂടുതലിനെ കുറിച്ചുള്ള ഒരു ചർച്ചയോ ഉണ്ടാകും. ആ ചർച്ചയ്ക്ക് പോകും മുൻപ് ഒരു കാര്യം ഓർക്കൂ. നിങ്ങൾ ചോദിക്കാൻ ഭയക്കരുത്. ഈ ഘട്ടത്തിൽ ആർക്കും ഒന്നും ചോദിക്കരുതെന്ന് ഒരു ഭയം ഉണ്ടാകും. ആ ഭയം ഗ്രഹങ്ങളുടെ ഒരു ചെറിയ പരീക്ഷണമാണ്. ആ ഭയം മറികടക്കൂ. ചോദിക്കൂ. ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരം കിട്ടും. ചോദ്യം ഭയക്കുന്ന ആൾക്ക് ആ ഉത്തരം ഒരിക്കലും കിട്ടില്ല. ഇത് ഈ ഘട്ടത്തിന്റെ ഏറ്റവും വലിയ പാഠമാണ്. അടുത്ത 30 നാളുകൾ ഒരു പ്രൊഫഷണൽ കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കും. ഒരു നെറ്റ്വർക്ക് ഇവന്റ്, ഒരു ഓൺലൈൻ ഫോറം, ഒരു ആകസ്മിക കണ്ടുമുട്ടൽ, ഇതിലൊന്ന് നിങ്ങളെ ഒരു ശരിയായ ആളിലേക്ക് കൊണ്ടെത്തിക്കും. ആ ആൾ ഒരു ഗൈഡ് ആകാം, ഒരു പങ്കാളി ആകാം, ഒരു ഉപദേഷ്ടാവ് ആകാം. ആ ഒരൊറ്റ ബന്ധം നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ഒരു പുതിയ ദിശ കൊടുക്കും. ബിസിനസ് ചെയ്യുന്ന മിഥുന രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ഉണർവിന്റെ കാലമാണ്. ഒരു ക്ലയന്റ് ദൂരത്തു നിന്ന് ഒരു കരാർ ഒപ്പിടാൻ വരും. ഒരു ഡീൽ ഒരിക്കൽ പൂർത്തിയാകാതെ പോയതൊന്ന് ഇനി പൂർത്തിയാകും. ഒരു ഉൽപ്പന്നം ഒരു ശരിയായ ആളിലേക്ക് ചെന്ന് ചേരും. ഈ ഘട്ടത്തിൽ ഒരൊറ്റ കാര്യം ചെയ്യൂ. ആശയവിനിമയം ഊർധ്വഗതിയിൽ കൊണ്ടുപോകൂ. ഈ ഒരൊറ്റ ചുവടുവെപ്പ് ഒരു വലിയ ലാഭം കൊണ്ടുവരും. പണത്തെക്കുറിച്ച് ഒരു കാര്യം പറയാം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പണം കയ്യിൽ നിൽക്കുന്നില്ല എന്ന ഒരു തോന്നൽ ഉണ്ടായിരിക്കും. ഒരു ചെലവ് കഴിഞ്ഞാൽ മറ്റൊരു ചെലവ് വരും. ഒരു ആശ്വാസം കഴിഞ്ഞാൽ ഒരു ഭാരം വരും. ഇത് കണ്ടിട്ട് നിരാശ തോന്നരുത്. കാരണം ഈ ഒരു ഘട്ടം ഒരു ഒഴുക്കിന്റെ കാലമാണ്. പക്ഷേ ആ ഒഴുക്കിന്റെ ദിശ ഉടൻ മാറും. ഗ്രഹസഞ്ചാരം ഒരു നിർണായക നിലയിൽ ഉള്ളപ്പോൾ ധനഭാവം ഒരു ചലനം കൊള്ളും. ആ ചലനം ഉള്ളിലേക്കുള്ള ഒഴുക്കായിരിക്കും. പുറത്തേക്ക് പോകുന്ന ഒഴുക്ക് നിൽക്കും. ഉള്ളിലേക്ക് വരുന്ന ഒഴുക്ക് ആരംഭിക്കും. ഒരു പഴയ കടം ഒരാൾ തിരിച്ചടക്കും. ഒരു കാലത്ത് കൊടുത്ത ഒരു തുക, ഒരിക്കലും തിരിച്ചുകിട്ടില്ല എന്ന് കരുതിയ ഒരു തുക, അടുത്ത കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചുകിട്ടും. ആ തുക ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും. പക്ഷേ ആ തുക ഒരു ആശ്വാസത്തിന്റെ ഒരു അടയാളം ആകും. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു സൂചന കൊടുക്കുകയാണ്. ആ സൂചന ഇതാണ്: ഇനി കൊടുക്കൽ കഴിഞ്ഞു, ഇനി കിട്ടലിന്റെ കാലമാണ്. ഒരു പുതിയ വരുമാന മാർഗം ഈ ഘട്ടത്തിൽ തുറക്കും. അത് ഒരുപക്ഷേ ഒരു ഭാഗ്യ ഉദ്യമമോ, ഒരു അനുബന്ധ ജോലിയോ, ഒരു ഓൺലൈൻ ഒരു അവസരമോ ആകാം. ഈ അവസരം ഒരു ചെറിയ വേഷത്തിൽ വരും. ആദ്യം ഇത് ഒരു വലിയ കാര്യം ആണെന്ന് തോന്നില്ല. പക്ഷേ ആ ചെറിയ തുടക്കം ഒരു വലിയ ഭാഗ്യത്തിന്റെ ആദ്യ ചുവടുവെപ്പ് ആകും. ഒരു ചെറിയ വിത്ത് ഒരു വലിയ മരം ആകുന്നതുപോലെ ആ ചെറിയ അവസരം ഒരു വലിയ ജീവിത മാറ്റത്തിന്റെ ആരംഭം ആകും. ഇനി സ്നേഹത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച് ഒരു കാര്യം പറയാം. മിഥുന രാശിക്കാർ ഹൃദയം കൊണ്ട് ഒരുപാട് ആഴത്തിൽ ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരാളോട് ദേഷ്യപ്പെട്ടാലും ആ ദേഷ്യം ഉള്ളിൽ ഒരു നൊമ്പരമായി കിടക്കും. ഈ ഘട്ടത്തിൽ ഒരു ബന്ധത്തിൽ ഒരു ചൂടുള്ള കാറ്റ് വരും. ആ കാറ്റ് ഒരു ബന്ധത്തെ ഒന്ന് കുലുക്കും. ആ കുലുക്കം ഭയക്കേണ്ടതില്ല. ഒരു മരം ഉറപ്പോടെ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ആഞ്ഞ് കാറ്റടിക്കണം. ആ കാറ്റ് ആ മരത്തിന്റെ വേരുകൾ കൂടുതൽ ആഴത്തിൽ ഇറക്കും. ആ ബന്ധവും അങ്ങനെ ഉറപ്പോടെ നിൽക്കും. ഒരു ഇണയോടോ, ഒരു ഇഷ്ടക്കാരനോടോ, ഒരു ജീവിത പങ്കാളിയോടോ ഒരു ആഴത്തിലുള്ള സംഭാഷണം ഉണ്ടാകും. ആ സംഭാഷണത്തിൽ ഉള്ളു തുറന്ന് സംസാരിക്കൂ. ഒളിച്ചുവെക്കരുത്. ഒരു ഭയവും വേണ്ട. ഈ ഘട്ടത്തിൽ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ആൾക്ക് ആ ബന്ധം ഒരു പുതിയ ഊർജം ഉൾക്കൊള്ളും. ആ ബന്ധം ഒരു പുതിയ അധ്യായം ആരംഭിക്കും. ഒരു ദീർഘകാലം കൊണ്ട് ഒരു ബന്ധം ഉറപ്പോടെ നിർത്തണമെങ്കിൽ ഒരൊറ്റ ആഴത്തിലുള്ള സംഭാഷണം മതി. ആ സംഭാഷണം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മിഥുന രാശിക്കാർക്ക് ഒരു സന്തോഷ വർത്തമാനം ഉണ്ട്. ഒരു ദൂരത്തു നിന്ന് ഒരു ബന്ധം ആലോചന വരും. ഒരു ഇടനിലക്കാരൻ ഒരു സന്ദേശം കൊണ്ടുവരും. ആ ആലോചന ആദ്യം ഒരു ആകസ്മികം ആണെന്ന് തോന്നും. പക്ഷേ ആ ആകസ്മികം ഒരു ദൈവിക ക്രമീകരണം ആണ്. ആ ആലോചന ഒരു ദൈവം തയ്യാറാക്കിയ ഒരു ചേർച്ചയാണ്.
ആ ബന്ധം ഒരു ജീവിതകാലത്തേക്കുള്ള ഒരു ഭാഗ്യബന്ധമാകും. ഇതിനോടകം വിവാഹം കഴിച്ച മിഥുനരാശിക്കാർക്ക് ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു ആഹ്ലാദം തിരിച്ചുവരും. ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു ആഴത്തിലുള്ള സംഭാഷണം കൊണ്ട് തീർന്നുപോകും. ഒരു അകൽച്ച ഉണ്ടെങ്കിൽ ഒരൊറ്റ ഹൃദയംഗമമായ വാക്കുകൊണ്ട് ആ അകൽച്ച അലിഞ്ഞില്ലാതെ ആകും. ഈ ഘട്ടത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഊഷ്മളത ഉണ്ടാകും. ഒരു ചിരി ഒരുമിച്ച് ചിരിക്കാൻ ഒരു കാരണം ഉണ്ടാകും. ഒരു ഓർമ്മ ഒരുമിച്ച് ഓർക്കാൻ ഒരു നിമിഷം ഉണ്ടാകും. കുടുംബ ജീവിതത്തെക്കുറിച്ച് ഒരു കാര്യമുണ്ട്. ഒരു കുടുംബ അംഗം, ഒരു ദൂരത്തുള്ളവർ, ഒരു ദീർഘകാലം ആശയവിനിമയം ഇല്ലാതിരുന്ന ഒരാൾ, ആ ആൾ ഒരു ഫോൺ കോൾ ചെയ്യും. ആ കോൾ ഒരു ആശ്ചര്യം ആകും. ആ കോൾ ഒരു പഴയ നൊമ്പരം ഉണർത്തും. പക്ഷേ ആ കോൾ ഒരു അനുരഞ്ജനത്തിന്റെ ആദ്യ ചുവടുവെപ്പ് ആകും. ഒരു പഴയ ഉണ്ടായ ഒരു വേദന, ഒരു കുടുംബ പ്രശ്നം, ഒരു ബന്ധുതർക്കം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരു ശരിയായ സംഭാഷണം കൊണ്ട് ഒടുങ്ങും. ഈ ഘട്ടം ഒരു ഒത്തുചേരലിന്റെ ഘട്ടമാണ്. ആരോഗ്യത്തെക്കുറിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ മിഥുനരാശിക്കാർക്ക് ഒരു ക്ഷീണം ഉണ്ടാകും. ഒരു ശ്വാസബുദ്ധിമുട്ട്, ഒരു ചെറിയ തൊണ്ട അസ്വസ്ഥത, ഒരു ഉറക്കക്ഷീണം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. ഇത് ഒരു ഗൗരവം ആകർഷിക്കേണ്ട ഒന്നല്ല. ഇത് ഗ്രഹമാറ്റത്തിന്റെ ഒരു ചെറിയ ശാരീരിക പ്രതിക്രിയ ആണ്. ജലം കൂടുതൽ കുടിക്കൂ. ഉറക്കം ഒരു ക്രമത്തിൽ കൊണ്ടുവരൂ. ഒരു ലഘുഭക്ഷണം, ഒരു ചെറിയ നടത്തം, ഇതൊക്കെ ഈ ആരോഗ്യക്ഷീണം ഒഴിവാക്കാൻ സഹായിക്കും. ഒരു ഡോക്ടറെ കാണേണ്ടത് ആണെന്ന് തോന്നിയാൽ മടിക്കാതെ കാണും. ആരോഗ്യം ഒരു ആഭരണമാണ്. അത് നൽകേണ്ടത് ദൈവമാണ്. സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ഒരു വാക്ക് പറഞ്ഞേ തീരൂ. ഈ ഘട്ടത്തിൽ ഒരു ആന്തരിക ഒഴിഞ്ഞ മനസ്സുണ്ടാകും. ഒരു ഉദ്ദേശ്യഭ്രംശം ഉണ്ടാകും. ആർക്കും ഒന്നും പറയണ്ടെന്ന്, ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നും. ആ തോന്നൽ ഒരു ദൈവിക ഒഴിഞ്ഞ ഇരിക്കലിന്റെ ആഹ്വാനം ആണ്. ആ ഒഴിഞ്ഞ ഇരിക്കലിൽ ഒരു ധ്യാനം ആകൂ, ഒരു പ്രാർത്ഥന ആകൂ, ഒരൊറ്റ ദൈവനാമം ഉരുവിടൂ. ആ ഒരൊറ്റ നാമം ഒരു ശക്തിയായി ഉള്ളിൽ ഇറങ്ങും. ആ ശക്തി ഈ ഘട്ടത്തിലെ ഒരുപാട് ഭാരങ്ങൾ ഒറ്റ ഒരു ഊർജ്ജ കൊണ്ട് ഒഴിവാക്കും. പഠനകാര്യത്തിൽ ഒരു സന്തോഷ വർത്തമാനം ഉണ്ട്. ഒരു പ്രവേശന പരീക്ഷ, ഒരു ഉദ്യോഗ മത്സരം, ഒരു ഇന്റർവ്യൂ, ഇതിലൊന്നിൽ ഒരു ശുഭഫലം ഉണ്ടാകും. ഒരു ഉത്തരം ദൂരത്ത് നിന്ന് വരും. ഒരു ഫോൺ കോൾ ഒരു ആഹ്ലാദ വർത്തമാനം കൊണ്ടുവരും. ഒരൊറ്റ കാര്യം ഓർക്കൂ, ഈ ഘട്ടത്തിൽ ഏതൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിലും, ഏതൊരു ചർച്ച ഉണ്ടെങ്കിലും, ആ ഒരൊറ്റ ഘട്ടത്തിൽ ബുധദേവന്റെ ആശീർവാദം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വാക്ക് ആ ഇടത്ത് ഒരു ആഴം ഉണ്ടാകും. ആ ആഴം ഒരു ഫലം കൊണ്ടുവരും. വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. ഒരു ഗുരു, ഒരു അധ്യാപകൻ, ഒരു മാർഗദർശി, ഈ ആൾ ഒരു ഉപദേശം കൊടുക്കും. ആ ഉപദേശം ആദ്യം ഒരു ചെറിയ കാര്യം ആണെന്ന് തോന്നും. പക്ഷേ ആ ഉപദേശം ഒരു വലിയ ദിശ മാറ്റമുണ്ടാക്കും. ആ ഉപദേശം ഉള്ളിൽ സൂക്ഷിക്കൂ. ആ ഉപദേശം അനുസരിക്കൂ. ഗ്രഹദിശ ആ ഒരൊറ്റ ഉപദേശത്തിൽ ഒരു ജ്ഞാനം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. വിദേശ സ്വപ്നം ഉള്ള മിഥുനരാശിക്കാർക്ക് ഒരു ഒന്നാന്തരം വർത്തമാനം ഉണ്ട്. ഒരു ദൂരദേശ അവസരം ഈ ഘട്ടത്തിൽ ഒരു ശക്തിയോടെ വരും. ഒരു കൂട്ടുകാരൻ ദൂരത്തു നിന്ന് ഒരു ഒഴിവ് കുറിച്ച് ഒരു വർത്തമാനം കൊണ്ടുവരും. ഒരു ഓൺലൈൻ ഒരു ഒഴിവ്, ഒരു വിദേശ കമ്പനിയിൽ ഒരു ഒഴിവ്, ഒരു ഉന്നത പഠന ഒരു സ്കോളർഷിപ്പ്, ഇതിലൊന്ന്. ഈ ഘട്ടത്തിൽ ഒരു ആകർഷണ ശക്തിയോടെ വരും. ആ ആകർഷണം ഒഴിവാക്കരുത്. ആ ആകർഷണത്തോടൊപ്പം ഒരു ഒഴുക്ക് ആകൂ. ആ ഒഴുക്ക് ഒരു ദൂരദേശ ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ആത്മീയതയെക്കുറിച്ച് ഒരു ആഴത്തിലുള്ള കാര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകും. ഒരു ക്ഷേത്ര ദർശനം, ഒരു ദൈവഭക്തി, ഒരു ആത്മചിന്ത, ഇതൊക്കെ ഒരു ശക്തിയോടെ ഉള്ളിൽ ഉദിക്കും. ഒരു ക്ഷേത്രത്തിൽ പോകൂ. ഒരൊറ്റ ദീപം കൊളുത്തു. ഒരൊറ്റ പൂ ദൈവത്തിന് നൽകൂ. ആ ഒരൊറ്റ ഭക്തി ദൈവത്തിന്റെ ഒരു ആശീർവാദം ഒരു ഭരണിക്ക് നിറഞ്ഞ് ഒഴുകിവരും. ആ ആശീർവാദം ഈ ഘട്ടത്തിന്റെ ഒരൊറ്റ ഒരു കാവൽ ആകും. ഇനി ഒരു ജാഗ്രത പറഞ്ഞേ തീരൂ. ഒളിഞ്ഞ ഒരു ആപത്ത് ഈ ഘട്ടത്തിൽ ഒരു ചെറിയ രൂപത്തിൽ വരാം. ഒരു ആൾ, ഒരു പരിചയക്കാരൻ, ഒരു ദൂരത്തുള്ളവൻ, ആ ആൾ ഒരു ദ്വയഭാവത്തിൽ ഒരു കാര്യം ഉദ്ദേശിക്കും. ആ ആൾ പ്രത്യക്ഷത്തിൽ ഒരു നല്ല ആൾ ആണ്. പക്ഷേ ആ ആൾ ഉള്ളിൽ ഒരു മറ്റൊരു ഉദ്ദേശ്യം ഒളിപ്പിച്ചുവച്ചിട്ടുണ്ട്. ആ ആൾ ഒരു ഒറ്റ കൊടുക്കൽ ഉദ്ദേശിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ, ഒരു ഇടത്ത് വളരെ ആദ്യം ഒരു ഉദ്ദേശ്യം ഇല്ലാതെ ഒരു ധൃതി ഉണ്ടെങ്കിൽ, ഒരു ഇടത്ത് ഒരാൾ ഒരുപാട് ക്ഷിപ്രം ഒരു ഉടമ്പടി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ആ ഇടത്ത് ഒന്ന് നിൽക്കൂ, ഒന്ന് ചിന്തിക്കൂ. ഒരു ആഴ്ച ആ കാര്യം ഒരൊറ്റ മൂലയിൽ ഇട്ട് ചിന്തിക്കൂ. ആ ചിന്ത ഒരു ആപത്ത് ഒഴിവാക്കും. ഇനി ഒരു ദോഷപരിഹാരമുണ്ട്. ഇത് ഒരു ആത്മശക്തി ഉണർത്തുന്ന ഒരു ചെറിയ കർമ്മമാണ്. ഒരു ബുധൻ ദിവസം ഒരു ഗ്ലാസ് ജലം ഒരു ദൈവ ഫോട്ടോ മുൻപ് വെക്കൂ. ആ ജലത്തിൽ ഒരൊറ്റ ഇലക്കറ്റോ ഒരൊറ്റ തുളസിക്കെതിരോ ഇടൂ. ആ ജലം ഒരൊറ്റ ക്ഷേത്ര ദൈവനാമം ഉരുവിട്ട് കഴിക്കൂ. ഈ ഒരൊറ്റ ആചരണം 7 ബുധൻ ദിവസം ചെയ്യൂ. ഇത് ബുധഗ്രഹദോഷം ഒഴിവാക്കും. ഇത് ആശയവിനിമയ ശക്തി വർദ്ധിപ്പിക്കും. ഈ ഒരൊറ്റ കർമ്മം ഈ ഘട്ടത്തിൽ ഒരു ദൈവിക കവചം ആകും. ഒരു പച്ച നിറവസ്ത്രം ഈ ഘട്ടത്തിൽ ഇടൂ. ബുധദേവന്റെ നിറം പച്ചയാണ്. ആ നിറം ഒരു ദൈവ ആശീർവാദം നിങ്ങളിലേക്ക് ആകർഷിക്കും. ഒരൊറ്റ ഒരു ദൈവ ഇടത്ത് ഒരൊറ്റ പഴം, ഒരൊറ്റ ദ്രവ്യം, ഇത് ഒരൊറ്റ ദൈവ ഇടത്ത് നൽകൂ.
ആ ഒരൊറ്റ ദ്രവ്യം ഒരൊറ്റ ആശീർവാദ ഊർജ്ജമായി നിങ്ങളിലേക്ക് തിരിച്ചുവരും. ഈ ഘട്ടത്തിൽ ഈ ഒരൊറ്റ ആചരണം ഒരൊറ്റ ഒരു കർമ്മദോഷം ഒഴിവാക്കും. ഇനി ഒരൊറ്റ ഒരു ആത്മശക്തി ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ആദ്യ ഒരൊറ്റ നിമിഷം ഒരൊറ്റ നന്ദി ദൈവത്തോട് പറഞ്ഞ് ദിവസം ആരംഭിക്കൂ. ആ ഒരൊറ്റ നന്ദി ഒരൊറ്റ ദൈവ ഊർജ്ജം ആ ദിവസം ഒഴുകി വരുന്നതിന് ഒരൊറ്റ വഴി തുറക്കും. ഈ ഒരൊറ്റ ശീലം ഒരൊറ്റ ഒരു ആത്മശക്തി ഉണർത്തും. ആ ആത്മശക്തി ഒരൊറ്റ വലിയ ഭാഗ്യദ്വാരം തുറക്കും.